നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് അരഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഒരു പഴം അരിഞ്ഞിടാം. ഇത് രണ്ടും കൂടി നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ തരിയായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കര പാനിക്ക് വേണ്ടി ഞാനിവിടെ ഒരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പാനിയാക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കണം. അതിനുവേണ്ടി കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇത് അരച്ചു വെച്ച മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അധികം ലൂസാവേണ്ട ആവശ്യമില്ല, ഈ ഒരു തിക്കിൽ വേണം നമ്മൾ എടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു മിനിമം 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. 8 മണിക്കൂറിന് ശേഷം ഞാനിവിടെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായ ശേഷം ആണ് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ മാവ് ഓരോന്നിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഉണ്ണിയപ്പം ആക്കിയെടുക്കാൻ. ഇതിൻ്റെ കളറ് മാറുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ കളർ ഏകദേശം മാറി വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. ചെറിയ തീയിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഓരോന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം നമ്മൾ കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.